വി ലിവ് ഇൻ ടൈം. OTT-ൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ച അങ്ങോട്ട് അതിൻ്റെ ആവും. ഇംഗ്ലീഷ് സിനിമയാണ്. ഒരു റൊമാൻസ് കോമഡി ഡ്രാമയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടനെ കണ്ടുമുട്ടുന്ന സീന്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് അവർ കല്യാണം കഴിച്ചിട്ട് ജീവിക്കുന്ന സീനായിരിക്കും കാണിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് റിലേഷനിലാവണ സീന്. അങ്ങനെ തുടക്കത്തെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളടക്കത്തെയും തുടക്കത്തെയും സീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ള രീതിയിലാണ് സിനിമ പോയിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് ഇവർ പറഞ്ഞു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഏകാന്തതമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ സിനിമ പറഞ്ഞു പോണത്. മെയിനായിട്ട് ഇതിലത്തെ ഈ 2 കഥാപാത്രങ്ങളാണ് ഈ പടത്തിൻ്റെ മെയിനായിട്ടുള്ള കോർ, അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ മെയിൻ ഇവർ 2 പേരാണ്. ഇവർ 2 പേരുടെ കഥയാണ് കാണിക്കുന്നത്. ഇവർ 2 പേരെ കണ്ടുമുട്ടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവണ ഒരു ചെറിയൊരു ട്രാജഡിയാണ് ഈ സിനിമ കാണിക്കുന്നത്. ഭയങ്കര സ്ലോ ബേസിലാണ് പോണത്, പക്ഷെ മേക്കിംഗ് സൈഡ് തന്നെയാണ്. ബീജിമും നൈസായിട്ടുണ്ട്. ഡയലോഗുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഫാൻറ്റസികളൊന്നും ഈ സിനിമയിലില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പുറത്തൊരു വീട്ടിലേക്ക് നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ കാണുന്ന നമ്മൾ 2 കണ്ണുകൊണ്ട് കാണുന്ന ജീവിതം എങ്ങനെയാണ്, അതാണ് ഈ സിനിമയിൽ പറഞ്ഞു പോണത്. ട്രാജഡിയാണ് സിനിമ. ഭയങ്കര ഓവറായിട്ടുള്ള പ്രണയ സീക്വൻസോ സീനുകളോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഭയങ്കര ഓവറായിട്ടുള്ള സെൻറ്റി സീനുകളൊന്നുമില്ല. ഭയങ്കര നോർമലായിട്ട് ഇതാണ് റിയാലിറ്റി, ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. കാരണം ഡ്രാമയാണ് സിനിമ, അതാണ് ആലോചിച്ചിട്ട് വേണം കാണാനായിട്ട്. നമ്മൾ പടത്തിൻ്റെ ട്രെയിലർ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഈ പടത്തിനെ കുറിച്ച് അറിഞ്ഞിട്ട് കാണാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1 ലൈനായിട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ അടിപൊളി റൊമാൻസ് മൂവി എന്ന് വെച്ചിട്ടാവും കാണാം. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലവർക്ക് തേക്കില്ല. കാരണം ഈ പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഇങ്ങനെ ചില കുറച്ച് ഇംഗ്ലീഷ് സിനിമകളുണ്ട്. അപ്പോൾ ഭയങ്കര പ്രോപ്പറായിട്ടൊരു ലവ് സ്റ്റോറി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ പടം ഒരിക്കലും കാണരുത്. കാരണം ഇതിൽ ഞാൻ പറഞ്ഞില്ല, ട്രാജഡികളാണ്, മെയിനായിട്ടുള്ള ട്രാജഡിയാണ്. ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ട്രാജഡിയാണ് ഈ സിനിമ കാണിക്കുന്നത്. അതിനവരെങ്ങനെ തരണം ചെയ്യുന്നത്, അതിനവരെങ്ങനെ നേരിടുന്നു എന്നൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇത് ഒരു കൂടുതൽ ഫാമിലി ഓഡിയൻസിനാണ് ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതൽ. ഒരു കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ സിനിമ ഭയങ്കരമായിട്ട് ചിലവർക്ക് കണക്റ്റ് ആവും. കാരണം ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ഒക്കെ അങ്ങനെയാണ്. കുറേ അടിപൊളി സീനുണ്ട്. തുടക്കമൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ജീവിതം എങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള സ്ക്രീൻ പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. സിനിമോഗ്രാഫി തന്നെയാണ്. മേക്കിംഗ് സൈഡ് വേറെ ലെവലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ ലൊക്കേഷനും അടിപൊളിയായിട്ടുണ്ട്. എല്ലാ സീനും സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം മോശമെന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ മേക്കിംഗ് സൈഡ് കൊണ്ടും അടിപൊളിയാണ് സിനിമ. പിന്നെ പെർഫോമൻസ് സൈഡ് 2 പേരും തകർത്തുണ്ട്, ഒന്നും പറയാമല്ലോ. ഒന്നിനൊന്നും മെച്ചാണ് 2 പേരുടെ ക്യാരക്ടർ. മെയിനായിട്ട് ഇതിൽ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തിരി ഒരു എന്താ പറയുക ധൈര്യമുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിലെ നടിയുടെയാണ്. നടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം ഉണ്ടെങ്കിലും പക്ഷെ അവൻ ഭയങ്കര കൂളാണ്. പെർഫോമൻസ് വൈസ് നടനേക്കാളും മുമ്പന്തിയിൽ നിൽക്കുന്ന നടി. പക്ഷെ എനിക്ക് നടൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നൈസായിട്ടുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എന്ന് പറയുമ്പോൾ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് ഒരു സെൻറ്റി സീനല്ല, ക്ലൈമാക്സും എല്ലാ സീനും ഒരേപോലെയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ചെറിയൊരു പെയിൻ നമുക്ക് അനുഭവപ്പെടും. ചെറുതായിട്ട് ഒരു അങ്ങനെ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആവും എന്നുള്ളതിലാവും വിചാരിക്കുക. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. എന്നാലും നമുക്ക് മനസ്സിലാവും എന്താണ് ഉണ്ടാകാൻ പോണെന്ന് മനസ്സിലാവും. പിന്നെ ഇതിലൊരു എന്താ പറയുക പ്രസവിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അയ്യോ എൻ്റെ മോനെ സെറ്റായിട്ട് പെട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും മുഴുകായിട്ട് നല്ല രീതിയിൽ അത് വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 മണിക്കൂറും 48 മിനിറ്റ് എത്ര കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര കിട്ടു റൊമാൻസ് പടമെന്ന് വെച്ചിട്ട് കാണരുത്. ഞാൻ പറഞ്ഞില്ലേ ഒരു തരത്തിലുള്ള ക്ലീശ പരിപാടികളൊന്നും ഇതിലില്ല. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കണ ഒരു ഫീൽ ഗുഡ് സാധനം എന്ന് വെച്ചാൽ കാണുമ്പോൾ സന്തോഷമാവണ സാധനം എന്നല്ല. ഇത് കുറച്ച് വ്യത്യസ്തമാണ്. ബട്ട് നല്ല കഥയുള്ള സിനിമയാണ്, അടിപൊളിയുണ്ട്. നടനെ കുറിച്ച് പിന്നെ പറയണ്ട, ചെക്കനറിയാത്തൊരാരുമില്ല. ഫാൻസൊക്കെയാണ്. സ്പൈഡർമാൻ, അമേസിങ് സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അവൻ്റെ കുറേ എക്സ്പ്രഷൻസ് റിയലായിട്ടുള്ള സാധനങ്ങളൊക്കെ നൈസാണ്. എനിക്ക് അവനെ പേഴ്സണലി ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങൾ ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാം. ആ ഒരു മൈൻഡിൽ കണ്ടാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും കൊണ്ടേക്കരുത്.